എത്തുമ്പോൾ ജമ്മു കാശ്മീരിലെ കുൽഗാമിൽ 2 സൈനികർക്ക് വീരമൃത്യു. 5 ഹിസ്ബുൾ ഭീകരരെ സൈന്യം വധിച്ചു. കൊല്ലപ്പെട്ടവരിൽ ഹിസ്ബുൾ സീനിയർ കമാൻഡറും ഉൾപ്പെടുന്നു. രാഗേഷ് കൂടുതൽ വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. രാഗേഷ്, സൈന്യവും ഭീകരരുമായുള്ള ഏറ്റുമുട്ടൽ, അതിൽ 2 സൈനികർക്ക് വീരമൃത്യു വരിച്ചിരിക്കുന്നു. 5 ഹിസ്ബുൾ ഭീകരരെ സൈന്യം വധിച്ചിരിക്കുന്നു എന്ന കൂടി വാർത്ത വരുന്നു. എങ്ങനെയാണ് വിശദാംശങ്ങൾ? ആര്യ, ഇന്നലെ ഉച്ചയ്ക്കാണ് ജമ്മു കശ്മീരിലെ കുൽഗാമിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. ഇതിൽ 2 സൈനികർക്ക് വീരമൃത്യു വരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് 2 ഇടങ്ങളിലായാണ് ഏറ്റുമുട്ടൽ നടക്കുന്നത്. ഇന്നലെ മോഡർഗ്രാം എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സൈന്യം അവിടെ തെരച്ചിൽ നടത്തുകയായിരുന്നു. ഈ തെരച്ചിലിനിടയിലാണ് ഒരു വീട്ടിൽ ഒളിച്ചിരുന്നിരുന്ന ഭീകരർ സൈന്യത്തിന് നേരെ വെടിയുതിർത്തത്. ഈ വെടിവെപ്പിലാണ് ഒരു സൈനികൻ കൊല്ലപ്പെട്ടത്. മറ്റൊരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചു, വീരമൃത്യു വരിച്ചു എന്നാണ് ഇപ്പോൾ സൈന്യം അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് ഫ്രിസാൽ ചിന്നിഗാം എന്ന് പറയുന്ന മേഖലയിൽ വീണ്ടും ഭീകരരുടെ സാന്നിധ്യമുണ്ട് എന്ന വിവരം സൈന്യത്തിന് ലഭിക്കുന്നത്. തുടർന്ന് അവിടേക്ക് സൈന്യം എത്തുകയായിരുന്നു. അവിടെയാണ് രൂക്ഷമായ ഏറ്റുമുട്ടൽ നടക്കുന്നത്. അവിടെയാണിപ്പോൾ 4 ഭീകരരെ സൈന്യം വധിച്ചിരിക്കുന്നത്. 5 എന്നാണ് നേരത്തെ വന്നിരുന്നെങ്കിൽ പോലും 4 എന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ ഒരു ഹിസ്ബുൾ കമാൻഡറും ഉൾപ്പെടുന്നു എന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഈ 4 പേരുടെ ദൃശ്യങ്ങളും ഇപ്പോൾ ഡ്രോൺ ഫുട്ടേജുകൾ ലഭിച്ചു എന്നാണ് ഇപ്പോൾ സൈനിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. ഔദ്യോഗികമായ പ്രതികരണം സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നതേയുള്ളൂ. ഏതായാലും ഈ മേഖലയിൽ കൂടുതൽ ഭീകരർ ഉണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ സുരക്ഷാ സേനയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഇപ്പോൾ തെരച്ചിൽ തുടരുന്നുണ്ട്. ഏറ്റുമുട്ടൽ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് എന്നാണ് ഇപ്പോൾ സൈന്യം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഒരു സൈനികന് പരിക്കേറ്റിപ്പോൾ ചികിത്സയിലുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടിരിക്കുന്നെന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഈ മേഖലയിൽ ഫ്രിസാൽ ചിന്നിഗാം മേഖലയിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇവിടെ വനപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഭീകരർ ഈ മേഖലയിൽ തമ്പടിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടി സൈന്യത്തിന് ലഭിക്കുന്നുണ്ട്. ഏതായാലും സൈനിക വൃത്തങ്ങൾ ഈ ഘട്ടത്തിൽ അറിയിച്ചിരിക്കുന്നത് അവസാന ഘട്ടത്തിലാണ് ഏറ്റുമുട്ടൽ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായി വരുന്നതേ ഉള്ളൂ. ആര്യ, തീർച്ചയായും രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു